ഇപ്പോൾ ശിവചേട്ടന്റെ അന്തിപ്പൊൻവട്ടത്തിനകത്ത് ആണെന്ന് തോന്നുന്നു തിരിയിട്ട് കൊളുത്തിയ ഒരു 1000 വിളക്കുകൾ തെളിയുന്ന ഒരു അമ്പലനടയിലെന്നാണ് മിക്കവാറും പേര് പാടാൻ ശ്രമിക്കാറുള്ളത്. അതിന്റെ ശരിക്കുള്ളത് ശരിക്കും അമ്പരനടയിൽ നിന്നാണ്. തിരിയിട്ട് കൊളുത്തിയ 1000 വിളക്കുകൾ എരിയുന്ന അമ്പരനടയിൽ, ആകാശമാണ്. നക്ഷത്രങ്ങളെ കുറിച്ച് മുൻപും പുള്ളി എഴുതിയിട്ടുണ്ട്. അപ്പൊ എപ്പോഴും പാട്ട് വെച്ച് കേട്ടോണ്ടിരിക്കും. അത് കുഞ്ഞിലെ മുതലേ കേൾക്കുന്നത് കൊണ്ടിട്ടായിരിക്കും ചിലപ്പോൾ. ചില വരികൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ കയറും. ഈ വൈശാഖ സന്ധ്യ പാട്ടിലെ അരുമ സഹിത നധര, അത് പണ്ട് മുതൽ നമ്മൾ ഇത്ര കട്ട ബാറ്ററി ഉണ്ട് എവരുടെ ചോപ്പ്, ആ ബാറ്ററി ഇട്ട് കേൾക്കുന്ന റേഡിയോ ഉണ്ട് പണ്ട് വീട്ടില്. അപ്പൊ അതിൽ ഞാൻ പണ്ട് കേട്ടതാണ്. അപ്പൊ ഈ ഇങ്ങനെ ഇതെന്താണെന്ന് പിടികിട്ടാതെ ഞാൻ പിന്നെ അത് ഈ പാട്ടുകൾ, ചില പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളത് എഴുതി വെക്കാൻ ശ്രമിക്കും. അപ്പോഴീ പാട്ട് പുസ്തകത്തിലോട്ടൊന്നും നമ്മൾ അങ്ങോട്ട് ഒരു എക്സ്പോഷർ കിട്ടിയിട്ടില്ല, കുഞ്ഞിലെയാണ്. അപ്പൊ പല പാട്ടുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ എഴുതി വെക്കും. പിന്നീട് മൊബൈൽ വന്നപ്പോഴത്തേക്കും നമ്മൾ ഈ ടി വിയിലൊക്കെ വരുമ്പോഴത്തേക്കും, കിരൺ ടി വിയിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ മൊബൈൽ കൊണ്ടുവച്ച് റെക്കോർഡ് ചെയ്യുമോ. റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഇരുന്ന് കേൾക്കും. കേട്ടിട്ട് ഓക്കെ എഴുതി വെക്കുന്നു, വീണ്ടും ബാക്കി കേട്ടിട്ട് എഴുതി വെക്കുന്നു. അങ്ങനെ എഴുതിയ ഒരു 3-4 ഡയറി ഉണ്ട് വീട്ടിൽ പാട്ട് എഴുതി വെച്ച്. അങ്ങനെയാണ് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ശരിയായിട്ട് പാടിയിട്ട് നമ്മൾ തന്നെ ലിറിക്സ് പിന്നെയും തെറ്റിച്ച് പാടും. സംഭവിക്കും, സ്വാഭാവികം. അല്ല, അങ്ങനെ ഏതെങ്കിലും ആരെങ്കിലും ഒക്കെ തിരുത്തി തരുമോ നമുക്ക് ലിറിക്സ്? പക്ഷെ എന്റെ ഒരു സർക്കിളില് ആ തിരുത്തുന്ന ആള് ഞാനാണ്. പിന്നെ എന്റെ വൈഫ് തിരുത്തും. അവൾ ലിറിക്ക് ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്, പാടുമ്പോ പെട്ടെന്ന് തിരുത്തും. അങ്ങനെയല്ല, ഇങ്ങനെയാണോ, എനിക്ക് ദേഷ്യം വരും. ഞാനാണ് സാധാരണ തിരുത്തുന്നത്, ഞാനാണ് സാറ്, നീ കുട്ടിയാണ്. ഈ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇതിന്റെ പിന്നില്, ഈ റെക്കോർഡിങ്ങിന്റെ പിന്നിലൊക്കെ ഒരുപാട് കഥകൾ ഉണ്ടാവും. ആ കഥകൾ പലരും പറഞ്ഞും കേൾക്കാറുണ്ട്. പക്ഷെ ചില കഥകളൊക്കെ അപൂർവമായിരിക്കും. ഇപ്പൊ യേശുദാസ് ആകാശവാണിയിൽ ഇപ്പോഴും തെറ്റായിട്ടൊരു പാട്ട് കിടപ്പുണ്ട്, ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ. അതില് ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ എന്നാണ്. പക്ഷെ അത് ചൂടിക്കുവാൻ എന്ന് തെറ്റിച്ച് പാടിയിട്ടുണ്ട്. പക്ഷെ ഇത് റെക്കോർഡിങ്ങിൽ ഇത് പുറത്ത് വന്നതിന് ശേഷം, ഔട്ട് ഇറങ്ങിയതിന് ശേഷവും ഇത് മാറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എനിക്ക് തോന്നുന്നു ആ കഥ ശരിയാണെങ്കിൽ തിരുത്തി പാടിയിട്ടുണ്ട്. പക്ഷെ ആകാശവാണിയുടെ ശേഖരത്തിൽ ഇപ്പോഴും ആ പാട്ടിന്റെ തെറ്റായ വരികൾ കിടപ്പുണ്ട്. അടിപൊളി, ഇനി രോമാഞ്ചം കേട്ടപ്പോ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ശരിക്കും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, ഞാനിത് ഒരു പാട്ട് കേട്ടിട്ട് ഓക്കെ ഇതിൽ നിന്ന് ഇന്ന കാര്യം നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് കേൾക്കാറില്ല. അത് കേൾക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പണ്ട് മുതലേ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. ഒരു 2010-11 ആ സമയം മുതൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. അപ്പോൾ അവിടെ M3DB എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, അറിയായിരിക്കും. അപ്പോൾ M3DBയിൽ വരുന്ന പോസ്റ്റുകൾ, സിനിമ പാരഡൈസോ ക്ലബ്, മൂവി സ്ട്രീറ്റ്, അങ്ങനെ സിനിമാ ഗ്രൂപ്പുകളിലെല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ പലതിലും നടക്കുന്ന ചർച്ചകളിലൊക്കെ ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴും നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. കാരണം ആ സമയം നമ്മൾ ചുമ്മാ വെറുതെ ഇരിക്കുന്ന സമയമാണ് വീട്ടിൽ. അപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയമൊക്കെ വെറുതെ വീട്ടിൽ ഇരിക്കുന്നു, പാട്ട് കേൾക്കുന്നു, സിനിമ കാണുന്നു, ഫേസ്ബുക്കിൽ നോക്കുന്നു, ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പോൾ ഈ പല കാര്യങ്ങൾ